ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വീണ്ടും 2-3 ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റൊക്കെ വാങ്ങിച്ചിരുന്നേ. ഒരു ചെറിയുടെ പ്ലാന്റ് ഉണ്ട്, പിന്നെ ആണെങ്കിൽ ഒരു ഞാവലില്ലേ, ഞാവൽ ഹൈബ്രിഡാണ് രണ്ടും. ചേട്ടന് ഭയങ്കര ഇഷ്ടം ഞാവൽപ്പഴം. അങ്ങനെ ഞാവലും ഒരെണ്ണം വാങ്ങിച്ചു. ഞാവൽ ഓൾറെഡി കുഴിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ വീഡിയോ എടുത്തില്ലെന്ന് ഓർത്തത്. പിന്നെ ഞാൻ നമ്മുടെ എനിക്ക് ചെറി 2 ഉണ്ടായിരുന്നു. പക്ഷേ അത് ഭയങ്കരമായിട്ടങ്ങ് പടർന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേന് നമുക്കങ്ങ് വെട്ടിക്കളയേണ്ടതായിട്ട് വന്നു. പകുതിക്ക് വെച്ച് വെട്ടിയത്, പക്ഷേ അത് ഉണങ്ങിപ്പോയി. അപ്പം മോൾക്ക് ഭയങ്കര വിഷമമായിപ്പോൾ. അതിനകത്തു നിന്നൊക്കെ ഒത്തിരി ചെറി പറിച്ച് തിന്നിട്ടുണ്ട് അവളെ. പച്ചയ്ക്ക് തിന്നാനും നല്ല രസമാണ്. ഇങ്ങനത്തെ ചെറിയ ഹൈബ്രിഡാണ്. അപ്പോൾ അതിൽ ഒരെണ്ണം വെച്ചു. ഇതിനെങ്ങാണ്ട് 250 രൂപയാണ്. മറ്റേ ഞാവൽപ്പഴത്തിന് 525 രൂപയാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് മണ്ണായിട്ടുള്ള കുറച്ച് സ്ഥലമുണ്ട്. നമ്മുടെ വീടിനേക്കാട്ട് കുറച്ച് പൊങ്ങിയ സ്ഥലമാണ്. അവിടെ കുറച്ച് മണ്ണായിട്ടുള്ള, ബാക്കിയൊക്കെ കൽപ്രദേശമായതുകൊണ്ട് ഭയങ്കര പാടാണ് കിളയ്ക്കാനൊക്കെ. അപ്പം ഞാനിങ്ങനെ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റൊക്കെ അങ്ങോട്ട് മണ്ടക്കോട്ടങ്ങ് വെച്ചു. അപ്പം വെള്ളം എന്തായാലും കൃത്യമായിട്ട് ഒഴിക്കണമല്ലോ. അങ്ങനെ ചെറി അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ഞാൻ വെച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ച് കുഴി എടുത്തിട്ട് എല്ലുപൊടിയും കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് വേരൊക്കെ ഓടാനൊന്ന് ഇളക്കിയിട്ടാണ് ഒന്ന് ഉടച്ചിട്ടാണ് ഞാൻ വെച്ചത്. പിന്നെ അതിൻ്റെ ചുറ്റിനും കുറച്ച് കരിയിലയും ഇട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ചാണകപ്പൊടി ഇട്ടിട്ടാണ് ഒന്നുകൂടെ വെട്ടിക്കൂട്ടിയത്. എപ്പോഴും വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇതിങ്ങനെ ഇരിക്കുന്നതെല്ലാം പെട്ടെന്ന് വളരും. ഇത് 1 മാസം കൊണ്ട് വലിയൊരു ചെടിയാവും. അധികം താമസിക്കാതെ ഇത് പൂക്കുകയും ചെയ്യും. വലിയ അങ്ങ് പടർന്ന് വരുന്ന ചെടിയാണ്. എല്ലാവർക്കും കൂട്ടുകാർക്കൊക്കെ അറിയായിരിക്കും, എല്ലാവരുടെയും വീട്ടിലൊക്കെ ഉണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നു 2. ഒരെണ്ണം ഒരു ബംഗാളിയെ പോച്ച പറിക്കാൻ നിർത്തിയപ്പം പുള്ളിക്കാരനങ്ങ് പറിച്ച് കളഞ്ഞ്, ചെറുതായിരുന്നപ്പം. ഒരെണ്ണം ഞാനും വെട്ടി. അങ്ങനെ അതെല്ലാം കുഴിച്ച് വെച്ചു. ഇനിയൊരു ഹൈബ്രിഡ് റെഡ് ലേഡിയുടെ ഓമയുണ്ട്, ഒരു ചെടിമുരിങ്ങയുണ്ട്. ഒരു ചെടിമുരിങ്ങയാണെങ്കിൽ 3-4 വർഷമായതാണ്. എനിക്ക് അത് മണ്ട വരെ പോയി പൂക്കും, പക്ഷേ ഇതുവരെ കായ്ച്ചിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരെണ്ണം കൂടെ വാങ്ങിച്ച് വെച്ച് നോക്കാമെന്ന്. പിന്നെ നല്ല വെയിലല്ലേ, അപ്പം അതിൻ്റെ ചുവട്ടിലായിട്ട് കുറേ വട്ടയിലെല്ലാം കൂടെ പറിച്ച് പൊതയിടാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല തണലുമൊക്കെ ആയിട്ട് കിട്ടും. അങ്ങനെ വട്ടയിലയൊക്കെ പറിച്ച് അതിൻ്റെ ചുറ്റിനും വെച്ച് മറ്റേ ഞാവലിൻ്റെ ചുവട്ടിലും വെച്ചിട്ടുണ്ട്. അങ്ങനെ ദിവസവും ഇന്ന് രാവിലെയും വെള്ളമൊക്കെ കോരി ഒഴിച്ചു. ഇത് പൂക്കുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. ഇതാണ് ഞാവൽ. നല്ല വലിയ ഫ്രൂട്ടാണ്. സാധാരണ ഞാവലൊക്കെ കുറച്ച് വലിപ്പമല്ലേ ഉള്ളൂ. ഹൈബ്രിഡിൻ്റെ ആയതുകൊണ്ടാവാം വലിയ ഫ്രൂട്ടാണ് കാണുന്നത്. പിന്നെ വേറെന്താ, ഇതിൻ്റെ അടുത്ത് തന്നെ ഞാൻ റംബൂട്ടാൻ വെച്ചായിരുന്നു. റംബൂട്ടാനൊക്കെ വെക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ നമുക്ക് 2 സപ്പോട്ടയുണ്ട്. അതിനിപ്പോൾ ഞാൻ കറക്റ്റായിട്ട് വെള്ളമൊക്കെ കൊണ്ടൊഴിക്കുന്നുണ്ട്. മണ്ടവശമായതുകൊണ്ട് വെള്ളം കൊണ്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഹോസൊന്നും അങ്ങോട്ട് ചെല്ലാറില്ല. റംബൂട്ടാനൊക്കെ ഇത്രയുമായി നോക്കി. നല്ലതായിട്ട് വേനലൊക്കെ ആയതുകൊണ്ടല്ലേ. ഇതിനകത്ത് ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്.